Hello guys, welcome back to my channel krishwizzarts. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണേ ഒരു ബ്ലൂ കളറിലെ കുപ്പിയായിട്ടാണ്. ബോട്ടിൽ പെയിന്റിംഗ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലിന്റെ മേളിലൊക്കെ കിടലാനായിട്ട് ഈ ബോട്ടിലൊന്ന് മാറ്റി വേറൊരു ബോട്ടിലാക്കി എടുക്കാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമെന്റ്. ഓക്കെ, ഞാൻ സിമെന്റ് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട്, ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഐറ്റം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കട്ടിയുള്ള ഒരു പേപ്പർ. ജസ്റ്റ് ഈ മൂന്ന് സാധനങ്ങൾ മെയിൻ ആയിട്ട് മതി. പിന്നെ നമുക്ക് ഒട്ടിക്കാനായിട്ട് ഒരു പശ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഡബിൾ മാസ്കിംഗ് ടേപ്പാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ മാസ്കിംഗ് ടേപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ടേപ്പ്, ഈ കുപ്പി, പിന്നെ നമ്മുടെ സിമെന്റ്, പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജസ്റ്റ് ഒരു ഷീറ്റ്, കട്ടിയുള്ള ഒരു പുസ്തകത്തിന്റെ പുറഞ്ചട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇത്രയും സാധനം മതി. അപ്പൊ നമുക്ക് നമ്മുടെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ അതേ ബോട്ടിലിനകത്തേക്ക് നമ്മൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തേക്ക് ചേർത്ത് വേണം കുറച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. മുകളിലിങ്ങനെ ഒരു കോണ് പോലെ ആയ വന്ന ഭാഗത്ത് നിന്ന് താഴോട്ട് നന്നായിട്ട് ഇറക്കിയിട്ട് ഇതുപോലെ നമുക്കൊരു മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്ത് നന്നായിട്ട് സെക്യൂറാക്കി വെക്കാതെ തന്നെ നമ്മൾ സിമൻറ്റ് ഇതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്തിട്ട് നമ്മളത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കുപ്പിയുടെ ഹോളിൽ കൂടി അതിനകത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി, വായിൻ്റെ അകത്തേക്ക് കൂടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മുടെ കുപ്പിയുടെ വായ വട്ടം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒന്ന് മാറ്റിയെടുത്തത് കേട്ടോ. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കോല് വെച്ചിട്ട് ബബിളൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സിമൻറ്റ് ഒഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഗ്യാപ്പ് ഫില്ലാവാണ്ട് ഇങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കും. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സാക്കിയ ശേഷം എന്തെങ്കിലും ഒരു കോല് കൊണ്ട് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്കൊന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് അതിൻ്റെ ബബിളൊക്കെ ഒന്ന് കളയാം കേട്ടോ. ജസ്റ്റ് കൈവച്ചെന്നെ ഒന്ന് ടാപ്പ് ചെയ്തിട്ടാണെങ്കിലും കളയാം. ഞാൻ മുകളിൽ വരെ ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് സിമെൻറ്റ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വായമട്ടം വരെ നമ്മളിത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാനിത് 24 hours ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഞാനിത് പീൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാസ്കിംഗ് ടേപ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് പൊളിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേപ്പറും ഇതുപോലെ ഒന്ന് പറിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ സിമൻറ്റ് ഉണങ്ങി നന്നായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനകത്ത് സിമൻറ്റിൽ നമ്മൾ വീടൊക്കെ വെക്കുന്ന സമയത്ത് സിമൻറ്റ് തേപ്പൊക്കെ കഴിയുമ്പോൾ വെള്ളം നനച്ചു കൊടുക്കണം കാണാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ ജസ്റ്റ് ഒരു ദിവസം ഇതിന് വെള്ളം നനച്ചു കൊടുത്തായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഇതിനടുത്ത് പെയിൻ്റൊക്കെ അടിച്ച് അതിന് സാൻഡ് പേപ്പറൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മേത്തുള്ള ഇതൊക്കെ ഒന്ന് ഉരസി കളഞ്ഞിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തത്. അപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് സംഭവം. എന്നാലും ഞാൻ ഒരു ദിവസം ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം, ഉണങ്ങാൻ വെച്ച ശേഷം വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷമാണ് ഞാനിത് എടുത്തേക്കണേ. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിത് സാൻഡ് പേപ്പർ വെച്ചിട്ടൊക്കെ ഒന്ന് ഉരച്ചെടുത്തത് കേട്ടോ. അപ്പോൾ കുറേ കൂട്ടുകാർ കഴിഞ്ഞ വീഡിയോയിലത് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേരൊക്കെ പറയാം കേട്ടോ. അമയ ദേവു, ദിയ, പാർവതി, അഞ്ജു, അഞ്ജന, ഷഹല, സീമക്കുട്ടി, അനശ്വര, ദേവ, തീർത്ഥ, സൈറ, ഷൈസ, ഷംല, ഫാത്തിമ, റനിത, ഋതിക, ദേവപ്രിയ, നിസ്വാന, ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടുകാരാണെന്ന് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ഹായ് ഉണ്ട്. പിന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയിൽ നിന്ന് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കിക്കോ ഹായ്. നജിയ ഫാത്തിമ, ഗംഗ പ്രിൻസിൻ്റെ പേര് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്ന് തോന്നുന്നു. വീണ്ടും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗംഗ പ്രിൻസിൻ്റെ പേര് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ഹായ് ഗംഗ പ്രിൻസ്. പിന്നെ ശ്രീലക്ഷ്മി കുട്ടി, ഹായ് ശ്രീലക്ഷ്മി. അസ്ന ഷഹീസ്, ഹായ് അസ്ന. അനുഷ്ക, ആരാധ്യ, അർഷിത, മിത, അനുഷ, മഞ്ജുഷ, റിസ്വാൻ, ഉസാൻകുട്ടി. പിന്നെ ആരൊക്കെയാ? മെർഹാ ഷെറിൻ, ഫാത്തിമ, ഹസ്ന, എല്ലാ കൂട്ടുകാർക്കും ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞ വീഡിയോനകത്ത് ഇത്രയും കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ കൂട്ടുകാരുടെയും പേര് വായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുന്നതിലും വീഡിയോ കാണുന്നതിലും.
അപ്പോൾ നമ്മൾ ഒരു കുട്ടിയുടെ ചെയ്തേക്കുന്ന ഒരു വർക്ക് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നാണ് ആൾ. അതിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇതിനകത്തൊന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആളുടെ പേര് ജാസ്മിൻ യാക്കൂബ് എന്നാണ്. എനിക്കിത് ഓയിൽ പേസസിൻ്റെ പിക്ചറൊക്കെ വരച്ചിട്ട് ഇതുപോലെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആളിതൊന്നും ഇതിനകത്ത് കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ജാസ്മിൻ കുട്ടി വരച്ച ആളുടെ ഇത് രണ്ടും. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നമ്മൾ സാൻഡ് പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഉരച്ച് മിനുസാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ബബിൾസ് ചുറ്റും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ മോൾ ഭാഗത്തേക്കുള്ള വശം മുഴുവൻ നമ്മൾ ഇതുപോലെ സിമെൻറ്റ് വെച്ചിട്ട് കവർ ചെയ്തെടുത്ത് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളറിൽ ഒരു കോട്ട് കൊടുക്കുക. നമ്മൾ സിമെൻറ്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ വൈറ്റ് കോട്ടായിട്ട് പ്രൈമർ കൊടുക്കുന്നത് വൈറ്റ് കളറാണല്ലോ. അപ്പോൾ നമ്മൾ വൈറ്റ് ആക്രിലിക് കളർ കൊടുക്കുക. അപ്പോൾ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേറെ കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇല്ല സിമെൻറ്റ് പോലെ തന്നെ വെക്കാമെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ആ സാൻഡ് പേപ്പറൊക്കെ വെച്ചിട്ട് വരച്ചിട്ട് നല്ല സ്മൂത്തനാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഇതിനകത്തിട്ട് വെക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്ത് മണി പ്ലാന്റ്സ് ഇട്ട് വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് പൂക്കളാണെങ്കിൽ നമുക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡിസൈനൊക്കെ കൊടുത്ത് ഭംഗിയാക്കി എടുക്കാം. ഞാനിവിടെ ഗോൾഡൻ കളറും കൂടി യൂസ് ചെയ്തിട്ട് ഇതുപോലെ മാസ്കിങ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വൈറ്റും ഗോൾഡൻ എന്നുള്ള രീതിയിൽ മിക്സ് ആക്കിയിട്ടാണ് ഞാനിത് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഇഷ്ടമുള്ള കളറൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുക്കുക. ആദ്യം തന്നെ വൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളർ ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. ഗ്യാപ്പിലൊക്കെ ആയിട്ട് ഇതുപോലെ ഫില്ലാക്കിയിട്ട് നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമ്മുടെ മാസ്കിങ് ടേപ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് പീൽ ചെയ്ത് കളയാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ വീട്ടിൽ ഡെക്കോറായിട്ട് വെക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ സിമെൻറ്റും കൊണ്ട് അത് ചെയ്തേക്കണോണ്ട് വെയിറ്റ് ഉണ്ട്. ഇപ്പോൾ താഴ്ഭാഗത്ത് ബോട്ടിൽ ഞാൻ പിടിക്കുമ്പോൾ വെയിറ്റ് ഇല്ല, മോൾ ഭാഗത്തേക്കാണ് വെയിറ്റ് തന്നെ. നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ രണ്ട് വശത്ത് ഈക്വലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് ഒരു മണി പ്ലാന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാട്ടർ പ്ലാന്റ്സോ എന്തെങ്കിലും പ്ലാസ്റ്റിക് ചെടികളോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഡെക്കോറായിട്ട് നമുക്ക് വീട്ടിൽ വെക്കാൻ. കാണാൻ നല്ല രസമാണ്, നല്ല റിച്ച് ലുക്ക് കിട്ടും. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ കാണാറുണ്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന യുണീക്കായിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ വെച്ചിട്ടുള്ള ചെയ്യുന്ന ഒരു അടിപൊളി ബോട്ടിൽ ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ വീട്ടിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാകും കാണാനായിട്ട്. അപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കും ഇത് എവിടെ നിന്നാണ് മേടിച്ചെന്ന് ചോദിക്കും. എന്തായാലും അത്ര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, എന്നാലും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി നല്ല ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്തതിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലായിട്ട് കൂട്ടുകാരെ. ബൈ ബൈ.